കുറച്ച് വർഷങ്ങളായി എല്ലാം കൊണ്ടും സൗത്ത് ഇന്ത്യൻ സിനിമ വൻ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. സിനിമകൾ രാജ്യവ്യാപകമായും ആഗോളതലത്തിലും ശ്രദ്ധ നേടി തുടങ്ങിയതോടെ നിരവധി നടിമാർ സിനിമാ മേഖലയിൽ മുൻപന്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബോളിവുഡ് താരങ്ങൾ പോലും സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. 2025 കണക്കനുസരിച്ച് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി നടിമാർ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. തൃഷ കൃഷ്ണൻ, നയൻതാര, രശ്മിക മന്ദാന, സമന്ത റൂത്ത് പ്രഭു, സായ് പല്ലവി എന്നിവർ ഓരോ സിനിമയിലും നേടിയ മികച്ച വരുമാനം കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തൃഷയാണുള്ളത്. സിയാസത്ത് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ദക്ഷിണേന്ത്യൻ നടി തൃഷയാണ്. 2025-2026 കാലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം താരം ഒരു സിനിമയ്ക്ക് ഏകദേശം 10 മുതൽ 12 കോടി രൂപ വരെ വാങ്ങുന്നുണ്ട്. നടി തമിഴ്, തെലുങ്ക് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാളായി ഇന്നും തുടരുന്നു. തന്റെ വരാനിരിക്കുന്ന വിശ്വംവര എന്ന ചിത്രത്തിനായി തൃഷ ഏകദേശം 12 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നയൻതാരയും രശ്മിക മന്ദാനയുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നവരിൽ മറ്റ് 2 പേർ. സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നവരിൽ ഒരാളായി ഇന്നും തുടരുന്ന നടിയാണ് നയൻതാര. ഷാരൂഖ് ഖാൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ജവാൻ എന്ന ചിത്രത്തിലെ ബോളിവുഡ് അരങ്ങേറ്റത്തിന് നയൻതാര 10 കോടി രൂപ നേടിയതായി സിയാസത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമകൾക്ക് പുറമെ മറ്റ് സംരംഭങ്ങളിൽ നിന്നും നയൻതാര വരുമാനം നേടുന്നുണ്ട്. തന്റെ വിവാഹ ഡോക്യുമെന്ററിയുടെ അവകാശങ്ങൾ ഒരു ജനപ്രിയ OTT പ്ലാറ്റ്ഫോമിന് വിറ്റ് നടി 25 കോടി രൂപ സമ്പാദിച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. സമീപ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന താരങ്ങളിൽ ഒരാളായി മാറിയ നടിയാണ് രശ്മിക മന്ദാന. നേഷൻസ് ക്രഷ് എന്ന് അറിയപ്പെടുന്ന നടി പുഷ്പ ടു ദ റൂളിന് 10 കോടി രൂപയും ഛാവയ്ക്ക് 4 കോടി രൂപയും വാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 13 കോടി രൂപ ലഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ മറ്റൊരാൾ സമന്ത റൂത്ത് പ്രഭു ആണ്. വർഷങ്ങളായി തമിഴ്, തെലുങ്ക്, ഹിന്ദി പ്രൊജക്ടുകളിൽ ശക്തമായ ഒരു കരിയർ തന്നെ നടി കെട്ടിപ്പടുത്തിട്ടുണ്ട്. സിറ്റാഡിൽ ഹണി ബണി എന്ന സ്പൈ ത്രില്ലർ സീരീസിന് സാമന്ത 10 കോടി രൂപ പ്രതിഫലം വാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. പുഷ്പ ദ റൈസ് എന്ന ചിത്രത്തിലെ ഊ അണ്ടാവ എന്ന പ്രത്യേക ഗാനത്തിനും നടി 5 കോടി രൂപ നേടിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിരവധി അഭിനേതാക്കൾ അവരുടെ ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം കണ്ടെത്താറുണ്ട്. നടി സായ് പല്ലവിക്ക് അത് നിവിൻ പോളിയുടെ പ്രേമം എന്ന ചിത്രവും അതിലെ കഥാപാത്രമായ മലർമിസുമായിരുന്നു. ഒരു പാൻ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് നടി ഇപ്പോൾ. സായ് പല്ലവി ഒരു ചിത്രത്തിന് ഏകദേശം 5 കോടി രൂപ വാങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തെലുങ്ക് ചിത്രമായ തണ്ടേലിനു വേണ്ടിയും നടി ഇതേ തുക പ്രതിഫലം വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ബോളിവുഡ് ചിത്രം രാമായണയിലും നടി അഭിനയിക്കാൻ ഒരുങ്ങുകയാണ്. 2 ഭാഗങ്ങളുള്ള ചിത്രത്തിന് സായ് പല്ലവിയുടെ മൊത്തം പ്രതിഫലം 18 കോടി മുതൽ 20 കോടി രൂപ വരെയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.